കലോത്സവത്തിൽ കിരീടമുറപ്പിച്ച് കോഴിക്കോട് 938 പോയിന്റോടെ കോഴിക്കോട് ഒന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്തിനായി കണ്ണൂരും പാലക്കാടും തമ്മിലാണ് പോരാട്ടം. വിവരങ്ങളുമായി കലോത്സവ നഗരിയിൽ നിന്ന് റിയാസ് KMR ചേരുന്നു. റിയാസ്, ആതിഥേയർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഏതൊക്കെ മത്സരങ്ങളാണ് തീരാനുള്ളത്? ഫിജി, തീർച്ചയായിട്ടും കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ആതിഥേയരുള്ളത്. കാരണം സംസ്ഥാന സ്കൂൾ കലോത്സവം, പ്രത്യേകിച്ച് 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കനക കിരീടം അത് കോഴിക്കോട് തന്നെ സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. 938 പോയിന്റാണ് ഇപ്പോൾ കോഴിക്കോട് നേടിയിരിക്കുന്നത്. ഇനി ഒരു മത്സരം മാത്രമാണ് പൂർത്തിയാകാൻ കൂടി വരുന്നതോടുകൂടി ഇപ്പോൾ കോഴിക്കോട് തന്നെ കപ്പുയർത്തുമെന്ന രീതിയിലുള്ള അന്തിമ കണക്കുകൾ കൃത്യമായി പുറത്തു വരും. 938 പോയിന്റോടെ അവർ, അതായത് കോഴിക്കോട് കിരീടം ഉറപ്പിച്ചു. തൊട്ടടുത്തുള്ള രണ്ടാം സ്ഥാനത്തുള്ള കണ്ണൂർ ജില്ല 918 പോയിന്റാണ് നേടിയിരിക്കുന്നത്. അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മൂന്നാം സ്ഥാനത്ത് 916 പോയിന്റുമായി പാലക്കാടുമുണ്ട്. ഈ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പോരാട്ടം നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് രണ്ടാം സ്ഥാനം റണ്ണേഴ്സ് അപ്പ് ആവുക ആരാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. കാരണം കോഴിക്കോട് ഈ സ്വർണ്ണക്കപ്പ് ഉയർത്തുമെന്ന് ഇപ്പോൾ ഏകദേശം വ്യക്തമായി കഴിഞ്ഞു, ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാം സ്ഥാനം അത് കണ്ണൂർ നിലനിൽക്കുമോ, അതല്ല പാലക്കാട് രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറുമോ എന്നുള്ളതാണ്. ഒപ്പം തന്നെ നാലാം സ്ഥാനത്ത് 910 പോയിന്റുമായി തൃശ്ശൂരും ഉണ്ട്. കഴിഞ്ഞ തവണ പാലക്കാടായിരുന്നു ഏറ്റവും അവസാനം കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചാമ്പ്യന്മാരായത്. പാലക്കാട് നിന്ന് അതിനുശേഷം ഈ ജനുവരി 2 ആണ് ഇവിടത്തേക്ക് കോഴിക്കോട് ആദ്യം രാമനാട്ടുകര അതിർത്തിയിൽ നിന്ന് സാന്നിധ്യത്തിൽ മാനാഞ്ചിറയിൽ എത്തിച്ച ആ കപ്പ് ഇവിടെ തന്നെ നിലനിൽക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ആതിഥേയരായ കോഴിക്കോട് തന്നെ ഇത്തവണ കപ്പ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഫിജി, ശരി റിയാസ്.